മാവൂർ പഞ്ചായത്തിലെ മുത്തുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ രേഖകളില്ലാത്തത് തടസ്സമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റസാഖ് വളപ്പിൽ റിപ്പോർട്ടറിനോട്. രേഖകളില്ലാത്തതുകൊണ്ട് ലൈഫ് മിഷൻ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പഞ്ചായത്ത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. മാവൂർ പഞ്ചായത്തിൽ അതിദാരിദ്ര്യം മാറിയിട്ടില്ലെന്നും 40 കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം തുടരണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റസാഖ് വളപ്പിൽ പറഞ്ഞു. പഞ്ചായത്തിന്റെ ഭാഗത്താണ് വീഴ്ചയെന്നും ഫണ്ട് നൽകിയില്ല എന്ന ആരോപണം ശരിയല്ലെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലൈഫ് മിഷൻ്റെ ഒരാൾക്ക് അതിനകത്ത് കയറണമെങ്കിലുള്ള മാനദണ്ഡം വളരെ സങ്കീർണമാണ്. അതിൽ അവർക്ക് റേഷൻ കാർഡ് വേണം, ID കാർഡ് വേണം, അവർക്ക് സ്ഥലം വേണം, ഇതൊക്കെ വേണം. ഇവർക്കൊന്നുമില്ല. മുത്തുവിന് ആധാറില്ല, റേഷൻ കാർഡില്ല, സ്വന്തമായി സ്ഥലമില്ല. ഇപ്പോൾ മുത്തു താമസിക്കുന്നത് PWD റോഡ്സ് വിഭാഗത്തിൻ്റെ സ്ഥലത്താണ്, പൊൻപറക്കുന്നതിന് മുകളിൽ. അവർക്ക് അവിടുന്ന് അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് റവന്യൂ വിഭാഗം നിരന്തരമായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട് PWDയുടെ ആവശ്യപ്രകാരം. അതിദരിദ്രർ ഇവിടെ ലിസ്റ്റ് ചെയ്ത പ്രകാരം മാവൂർ പഞ്ചായത്തിൽ ഏകദേശം 40ഓളം ആളുകളാണ് കണ്ടെത്തിയത്. അവരിൽ പകുതിയിലേറെ ആളുകൾക്ക് ഭക്ഷണ കിറ്റും മറ്റും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാങ്ങുന്നവർക്ക് ചിലരൊക്കെ മരണപ്പെട്ടു പോയി. ആ ആളുകൾക്ക് അതിദരിദ്രർ മുക്തമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചെങ്കിലും നാളെ മുതൽ അവർക്ക് കിറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയാം. അവർക്ക് പട്ടിണിയിലാണ്. ആ പട്ടിണിയിൽ നിന്ന് അവർ മാറിയിട്ടൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രയാസം. അപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചത് അവർക്ക് ഇനി ആ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളാന്നുള്ളതിന്റെ തെളിവാണ്. ആദ്യത്തെ 2 വർഷം 50 കോടിയും ഈ വർഷം 60 കോടിയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പുറമെ സർക്കാർ കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കാനുള്ള അനുമതിയും പഞ്ചായത്തുകൾക്കുണ്ട്. അവർക്ക് ഫണ്ട് ഇല്ലാത്തവർക്ക് ആവശ്യപ്പെടാവുന്ന കാര്യമാണ്. വിട്ടുപോകുന്നത് മനസ്സിലാക്കാം. മാവൂർ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരാളെ വിട്ടുപോയി, സ്വാഭാവികമായിട്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ വന്നിട്ട് സർക്കാരിൻ്റെ കുറ്റമാണ് എന്ന് പറയുമ്പോൾ അവരവരുടെ നിരുത്തരവാദിത്വമാണ് വെളിപ്പെടുത്തുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം. രഞ്ജിത്ത്, ഒരു കാര്യം അറിഞ്ഞാൽ മതി, മുത്തുവിന് സഹായം കിട്ടുമോ? ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആ അവസ്ഥ മാറുമോ? സുജിയ, സർക്കാർ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. മാവൂർ പഞ്ചായത്തിൽ പൊതുമരാമത്തിന്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു ഷെഡ് കെട്ടി താമസിക്കുന്ന ഏകദേശം 5-6 അംഗങ്ങളുള്ള ഒരു കുടുംബം. ആ മുത്തുവിന്റെ അമ്മയും അച്ഛനും വാർദ്ധക്യ പെൻഷനില്ല, കുടുംബത്തിന് ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, അവർ അതിദരിദ്രരാണ് എന്ന് സർക്കാരിന്റെ കണക്കിലുമില്ല. അവർക്ക് എന്തുകൊണ്ട് ഈ സഹായം കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അവർക്ക് കിട്ടാനുള്ള ഒരു രേഖയും അവരുടെ കൈവശമില്ല, റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല. ഇതിനൊക്കെ വേണ്ടി ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് കൊടുത്തു. പഞ്ചായത്ത് ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ പേരിൽ മറ്റ് രേഖകൾ കൊടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. ജില്ലാ ഭരണകൂടമാണ് റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ അവരെ പല പദ്ധതികളിലും ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ഒരു ഫണ്ടും പ്രത്യേകമായി തരുന്നില്ല, തനത് ഫണ്ട് എടുത്ത് ഉപയോഗിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. തനത് ഫണ്ട് മാവൂർ പോലുള്ള പഞ്ചായത്തുകൾക്ക് വളരെ കുറവാണ് എന്നൊരു പരാതിയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിന് MP രാജേഷ് നമ്മുടെ ലൈവിൽ തന്നെ മറുപടി പറയുകയും ചെയ്തു. അങ്ങനെയല്ല, തനത് ഫണ്ട് ഇല്ലാത്തവർക്ക് കൂടുതൽ ഫണ്ട് വേണമെങ്കിൽ അപേക്ഷിക്കാമായിരുന്നു. ഈ മുത്തുവിന്റെ കുടുംബത്തെ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെടുത്താതെ പോയത് പഞ്ചായത്തിന്റെ വീഴ്ചയാണ്. അങ്ങനെ പട്ടിക തയ്യാറാക്കുന്ന പഞ്ചായത്താണെങ്കിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും പഞ്ചായത്തിൻ്റെതാണ് എന്നുള്ളതാണ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കുന്നത്. ഏതായാലും ആ കുടുംബത്തിന് ഡോക്യുമെന്റ്സ് കിട്ടേണ്ടതുണ്ട്. അവർക്ക് ആധാർ കാർഡും റേഷൻ കാർഡും കിട്ടണം. ആരെങ്കിലും സഹായിച്ച്, സർക്കാരോ പഞ്ചായത്തോ ഒക്കെ സഹായിച്ച് അവർക്കൊരു 3 സെന്റ് ഭൂമിയും ഒരു വീടും കിട്ടാൻ അർഹതയുണ്ട്. പഞ്ചായത്ത് ഇപ്പോൾ പറയുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ ഞങ്ങളൊരു 3 സെന്റ് ഭൂമി ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അതിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ആവശ്യം. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പുറമ്പോക്കിൽ നിന്ന് മുത്തുവിന് മാവൂരിൽ നല്ലൊരിടം ഒരുങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സർക്കാർ പദ്ധതി പ്രകാരമല്ലേ ചെയ്യാൻ പറ്റാതെയുള്ളൂ, അല്ലാതെ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ആ വാർത്ത നമുക്ക് റിപ്പോർട്ടറിൽ കൂടെ തന്നെ നൽകാനും കഴിയട്ടെ.